students and parents, welcome back to Study in Lithuania. I'm Dr. Titi Varghese, official educational consultant for Indian students who study in Lithuania universities and also to various other countries. So anyway, I am standing here at Vilnius University, which is a top-ranked public university in Lithuania, and also we do have topmost ranking in the QS World ranking too. And now I'm switching to my native language, okay, Arthur. So dear students and parents, Vilnius University ലോക റാങ്കിങ്ങിൽ 400-ന് ഉള്ളിൽ വരുന്ന റാങ്കിങ് ഉള്ള ടോപ്പ് റാങ്ക്ഡ് പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. ലിത്വേനിയ എന്നുള്ള രാജ്യത്തിന്, അത് യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ്. ലിത്വേനിയ എന്നുള്ള രാജ്യത്തിൽ എനിക്ക് തോന്നുന്നൊരു 10-12 വർഷമായിട്ട് ഞാൻ എൻ്റെ സ്റ്റഡീസും വർക്കും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഒഫീഷ്യൽ കൺസൾട്ടൻ്റാണ്. വിൽനിയസ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൻ്റെ ഒരു ഏരിയ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. എൻ്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ ഓഫീസർ ആണ് ആർത്തുറാസ്. അപ്പോൾ ഇത് മലയാളത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിലിടും, യൂട്യൂബിലിടും. പ്ലീസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ദ യൂട്യൂബ് ചാനൽ ആൻഡ് ഓൾസോ ഫോളോ ദ ഇൻസ്റ്റഗ്രാം പേജ്. നമുക്ക് ആപ്ലിക്കേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെഡ്ലൈൻ എന്ന് പറയുന്നത് മെയ് ആണ്. 2025 ആപ്ലിക്കേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ദയവായിട്ട് ശ്രദ്ധിക്കണം. +2ൻ്റെ റിസൾട്ട് അടുത്ത മാസമേ വരുള്ളൂ, അത് മനസ്സിലായി. പക്ഷേ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. +1ൻ്റെ മാർക്ക് വെച്ച് പ്രഡിക്റ്റഡ് സ്കോർ എന്നുള്ളൊരു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, BSc നഴ്സിംഗ് ഉണ്ട്, പ്രോഗ്രാമിംഗ് ഉണ്ട്, IT റിലേറ്റഡ് കോഴ്സസ് ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്, ഫിലോസഫി ഉണ്ട്, ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, MBBS ഉണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും പ്രോഗ്രാംസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ എത്രയും പെട്ടെന്ന് താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമുക്ക് ആപ്ലിക്കേഷൻ ഫോർവേഡ് എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 2 വർഷത്തെ TRP ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് എന്ന് പറയും. നമുക്ക് ഡൽഹിയിൽ സെൻറ്ററുണ്ട്, പക്ഷേ അപ്പോയിൻമെൻറ്റ് കിട്ടാനൊക്കെ കുറച്ച് ഡിലേ വരും. സെപ്റ്റംബർ 1-ാം തീയതി ക്ലാസ് തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുന്നു, അതനുസരിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വരിക. വിൽനിയസ് യൂണിവേഴ്സിറ്റിക്ക് ഡോർമിറ്ററി ഉണ്ട്, വിൽനിയസിലുണ്ട്, ഷൂലെ എന്ന് പറയുന്ന സെൻറ്റർ ഉണ്ട്, അവിടെയുണ്ട്. കൗനാസിലില്ല, പക്ഷേ കൗനാസിലെ എൻ്റെ സ്റ്റുഡൻസൊക്കെ പുറത്താണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഷൂലയിലായാലും വിൽനിയസിലായാലും കൗനാസിലായാലും എൻ്റെ സ്റ്റുഡൻസ് പല കോഴ്സിന് പഠിക്കുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക, പഠനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 40 മണിക്കൂർ നിങ്ങൾക്ക് പാർട്ട് ടൈം വീക്ക്ലി ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷേ സ്റ്റഡീസിന് പ്രൈമറി ഫോക്കസ് കൊടുക്കുക. ഓക്കെ, സോ എന്തെങ്കിലും സംശയമുണ്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം. Thank you so much. Yeah. Thank you very much. Maybe in Looking Malayalam. forward to see you guys I here. think in Malayalam, thank you is Nanni. Huh? Nanni. 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 Thank you, Arthur. Thank you and see you. We are waiting for you.